സീം എന്ന വാക്കിന് മീനിങ് തോന്നുക. സീം എന്ന വാക്കും ആയിട്ട് ചേർന്ന് വരുന്ന ചില സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ലെസൺ സീം എന്ന വാക്കും ആയിട്ട് ചേർന്ന് വരുന്ന ചില സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ഒരുപാട് സ്ട്രക്ചേഴ്സ് നമുക്ക് ഇന്നത്തെ ലെസണിൽ പഠിക്കാം. ഈ ലെസൺ ഗ്രാമർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിലും ഇംഗ്ലീഷ് എഴുതണമെങ്കിലും ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്കും ഈ ലെസൺ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. സീം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സ്ട്രക്ചർ. ഇപ്പോ നമ്മൾ പറയില്ലേ, അവൻ എഴുതാറുണ്ടെന്ന് തോന്നുന്നു, അവൻ വായിക്കാറുണ്ടെന്ന് തോന്നുന്നു, അവൻ അമ്പലത്തിൽ പോകാറുണ്ടെന്ന് തോന്നുന്നു, അവൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രസന്റ് സിമ്പിൾ ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസസ്. അവിടെ നമുക്ക് സീം ഉപയോഗിക്കാം. അതിന് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സീം പ്ലസ് ടു പ്ലസ് വേർബ് ആണ്. സീം പ്ലസ് ടു പ്ലസ് വേർബ് എന്ന് പറയുമ്പോൾ സീംസ് പ്ലസ് ടു പ്ലസ് വേർബും ഉപയോഗിക്കാം. വേർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ സീം ആൻഡ് സീംസ് അത് രണ്ടും സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കണം എന്ന് മാത്രം. ഇപ്പോ ഐ, യു, വി, ദേ, പിന്നെ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സീം ഉപയോഗിക്കാം. അതല്ല ഹി, ഷീ, സിംഗുലർ സബ്ജക്ട്സ് വേറെ ഏതെങ്കിലും ഒക്കെ ആണെങ്കിലും നമുക്ക് സീംസ് ഉപയോഗിക്കാം. അത്രേ അത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എക്സാമ്പിൾസ് നോക്കാം. അവൻ കരയാറുണ്ട് എന്ന് തോന്നുന്നു. ഹി സീംസ് ടു ക്രൈ. ഹി സീംസ് ടു ക്രൈ. സീംസ് കഴിഞ്ഞിട്ട് ടു പിന്നെ ക്രൈ. ക്രൈ എന്നത് വേർബിന്റെ ബേസ് ഫോം ആണ്. അവൻ വായിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഹി സീംസ് ടു റീഡ്. സീംസ് ഉപയോഗിച്ചത് ഹി സബ്ജക്ട് ആയതുകൊണ്ടാണ്. നിങ്ങൾ വായിക്കാറുണ്ടെന്ന് തോന്നുന്നു എന്നായിരുന്നെങ്കിൽ യു സീം ടു റീഡ് എന്നാണ്. ഇനി ഈ സീംസ് ടു കഴിഞ്ഞിട്ട് V1 ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് അതൊരു നോർമൽ സെന്റൻസ് പോലെ പറയാം. ഇപ്പോ യു സീം ടു ക്രൈ. നിങ്ങൾ കരയാറുണ്ടെന്ന് തോന്നുന്നു എന്നാണ് സെന്റൻസ്. ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ സാധാരണ ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് സീംസ് ദാറ്റ് യു ക്രൈ. ഇറ്റ് സീംസ് ദാറ്റ് യു ക്രൈ. ഇനി കൂടുതൽ നമുക്ക് എക്സാമ്പിൾസ്. രാഹുൽ പാടാറുണ്ട് എന്ന് തോന്നുന്നു. രാഹുൽ സീംസ് ടു സിംഗ്. ഇത് ഈ സെന്റൻസിനെ നമുക്ക് വേറൊരു തരത്തിലും പറയാം. ഇറ്റ് സീംസ് ദാറ്റ് രാഹുൽ സിംഗ്സ്. നിങ്ങൾ എപ്പോഴും പഠിക്കാറുണ്ട് എന്ന് തോന്നുന്നു. യു സീം ടു സ്റ്റഡി ഓൾ ദ ടൈം. ഇറ്റ് സീംസ് ദാറ്റ് യു സ്റ്റഡി ഓൾ ദ ടൈം. ഗീത എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഗീത സീംസ് ടു ലേൺ ഇംഗ്ലീഷ്. ഇറ്റ് സീംസ് ദാറ്റ് ഗീത ലേൺസ് ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച എല്ലാ സെന്റൻസുകളും ഒരു ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. കരയാറുണ്ടെന്ന് തോന്നുന്നു, ചിരിക്കാറുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് ആക്ടിവിറ്റിയാണ്. അവിടെയാണ് നമ്മൾ സീം ടു കഴിഞ്ഞിട്ട് വേർബ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സ്ട്രക്ചർ അതല്ല. നിങ്ങൾ സങ്കടത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങൾ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങൾ വീട്ടിലാണെന്ന് തോന്നുന്നു, നിങ്ങൾ ഓഫീസിലാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയില്ലേ. അത് അവിടെ ഒരു ആക്ടിവിറ്റി ഇല്ല. നമ്മളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണത്. ഹാപ്പിയാണ്, സങ്കടമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രക്ചറാണ് സീം ടു ബി പ്ലസ് അഡ്ജക്റ്റീവ്, അല്ലെങ്കിൽ നമുക്ക് നൗൺ ഉപയോഗിക്കാം. അപ്പോൾ അതിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. അദ്ദേഹം ഒരു ടീച്ചർ ആണെന്ന് തോന്നുന്നു. ഹി സീംസ് ടു ബി എ ടീച്ചർ. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് എ ടീച്ചർ. അവർ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. They seem to be students. It seems that they are students. നിങ്ങൾ ടയേർഡ് ആണെന്ന് തോന്നുന്നു. You seem to be tired. It seems that you are tired. ഇനി അടുത്ത സ്ട്രക്ചർ സീം ടു ബി പ്ലസ് വേർബിന്റെ ing ഫോം. അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണത്. അവൻ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയില്ലേ. അവിടെയാണ് നമുക്ക്
seem to be കഴിഞ്ഞിട്ട് വെർബിന്റെ ing ഫോം ഉപയോഗിക്കുന്നത്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ആണെങ്കിൽ സ്ലീപ്പിംഗ് എന്ന് ഉപയോഗിക്കണം. കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നാണെങ്കിൽ ക്രൈയിങ് എന്ന് ഉപയോഗിക്കണം. അതിനും നമുക്ക് എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എന്തോ ഒളിക്കുകയാണെന്ന് തോന്നുന്നു. You seem to be hiding something. It seems that you are hiding something. അവൻ ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. He seems to be sleeping. It seems that he is sleeping. അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. She seems to be learning English. It seems that she is learning English. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ seem to be plus V3 ഫോം. V3 എന്ന് പറയുന്നത് ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. seem to be കഴിഞ്ഞിട്ട് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കുന്ന സെന്റൻസുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അവൻ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് ഒരു പ്രസന്റ് സിമ്പിൾ ടെൻസിലെ സെന്റൻസ് ആണ്. അവൻ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്നു. അവൻ ടോർച്ചർ ചെയ്യപ്പെടുന്നു. ഇത് ഒരു പാസീവ് വോയിസ് ഫോം ആണ് അവിടെ വരുന്നത്. ഇൻസൾട്ട് ചെയ്യപ്പെടുക, അവന് വേറെ ആരും ഇൻസൾട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ seem to be plus V3 ഫോം ആണ്. അവൻ ടോർച്ചർ ചെയ്യപ്പെടുന്നു എന്ന് തോന്നുന്നു. ടോർച്ചർ ചെയ്യപ്പെടുന്നു എന്നാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൻ്റെ പാസീവ് വോയിസ് ഫോം ആണ് അത്. ഹീ സീംസ് ടു ബി ടോർച്ചേർഡ്. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഈസ് ടോർച്ചേർഡ്. അവർ അവിടേക്ക് അയക്കപ്പെടുന്നു എന്ന് തോന്നുന്നു. ദേ സീം ടു ബി സെൻറ്റ് ദർ. അയക്കപ്പെടുന്നു എന്നൊന്നും നമ്മൾ പറയാറില്ല. അപ്പോൾ മറ്റുള്ളവർ ആരോ അവരെ അവിടേക്ക് അയക്കുന്നു. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പാസീവ് ഫോം ആണ്. അത് ഒരു നോർമൽ സെൻറ്റൻസായി പറയുകയാണെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ സെൻറ്റ് ദർ. അടുത്ത സ്ട്രക്ചർ seem to have plus something. seem to have എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം നമ്മൾ പോസസ് ചെയ്യുന്നു, നമുക്ക് സ്വന്തമായി ഉണ്ട് എന്നർത്ഥത്തിൽ. അവന് ഒരു കാറ് ഉണ്ട് എന്ന് തോന്നുന്നു. അവന് ഒരുപാട് കാറുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അവന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെയാണ് seem to have കഴിഞ്ഞിട്ട് something ഉപയോഗിക്കുന്നത്. സംതിങ് എന്ന് പറയുന്ന കാറാവാം, നമുക്ക് എന്താണ് നമ്മൾ ഓൺ ചെയ്യുന്ന വസ്തു. അദ്ദേഹത്തിന് ഒരു കാർ സ്വന്തമായി ഉണ്ട് എന്ന് തോന്നുന്നു. ഹീ സീംസ് ടു ഹാവ് എ കാർ. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഹാസ് എ കാർ. നിങ്ങൾക്ക് നല്ല ഒരു ജോലി ഉണ്ടെന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് എ ഗുഡ് ജോബ്. ഇറ്റ് സീംസ് ദാറ്റ് യു ഹാവ് എ ഗുഡ് ജോബ്. അവർക്ക് ഒരുപാട് പൈസയുണ്ടെന്ന് തോന്നുന്നു. ദേ സീം ടു ഹാവ് എ ലോട്ട് ഓഫ് മണി. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് എ ലോട്ട് ഓഫ് മണി. അവൻ ആ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവൾ ആ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിനൊക്കെ പറയില്ലേ, അവിടെയാണ് seem to have plus V3 ഫോം ഉപയോഗിക്കുന്നത്. ഏത് ആക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, ആ ആക്ടിവിറ്റി, അതാണ് ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ഉപയോഗിക്കുന്നത്. ആ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്നാണെങ്കിൽ ഡ്രസ് വാഷ് ചെയ്യുക എന്നതാണ് അവിടെ ആക്ടിവിറ്റി. അദ്ദേഹം ഭക്ഷണം മുഴുവനാക്കിയിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഹീ സീംസ് ടു ഹാവ് ഫിനിഷ്ഡ് ഹിസ് മീൽ. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഹാസ് ഫിനിഷ്ഡ് ഹിസ് മീൽ. റോഹൻ എന്തോ മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. റോഹൻ സീംസ് ടു ഹാവ് സ്റ്റോളൻ സംതിങ്. ഇറ്റ് സീംസ് ദാറ്റ് റോഹൻ ഹാസ് സ്റ്റോളൻ സംതിങ്. നിങ്ങൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ഡൺ ദിസ് വർക്ക്. ഇറ്റ് സീംസ് ദാറ്റ് യു ഹാവ് ഡൺ ദിസ് വർക്ക്. ഇനി അടുത്ത സ്ട്രക്ചർ seem to have been plus V3. ഇവിടെ ഒരു been വന്നു. അത് പാസീവ് വോയിസിലെ ഫോം ആണ്. അവൻ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവൾ ഡിസ്കറേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയില്ല. അതൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്
seem to have been plus E3. നിങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ബീൻ ഇൻസൾട്ടഡ്. നോക്കൂ, ബീൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് പാസീവ് ഫോമിലുള്ള ഒരു സ്ട്രക്ചറാണ്, അതുകൊണ്ടാണ്. ഇറ്റ് സീംസ് ദാറ്റ് യു ഹാവ് ബീൻ ഇൻസൾട്ടഡ്. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഹീ സീംസ് ടു ഹാവ് ബീൻ അറസ്റ്റഡ്. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഹാസ് ബീൻ അറസ്റ്റഡ്. അവർ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. They seem to have been beaten. It seems that they have been beaten. ഇനി അടുത്തത് seem to have been plus ഒരു വെർബിന്റെ ing ഫോം. സാധാരണ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കുറേ സമയമായിട്ട് അവൻ ടിവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറേ സമയമായിട്ട് അവൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ പറയില്ലേ, അതായത് അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ഈ സീം ഉപയോഗിക്കാം. അവിടെ സീംസ് ടു ഹാവ് ബീൻ പ്ലസ് വെർബിന്റെ ing. അവൻ 2 മണിക്കൂറായി ഒരു മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. He seems to have been watching a movie for 2 hours. It seems that he has been watching a movie for 2 hours. ആ കുട്ടി 1 മണിക്കൂറായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. The boy seems to have been crying for an hour. It seems that the boy has been crying for an hour. ഇനി seems to have been കഴിഞ്ഞിട്ട് noun അതിലേക്ക് adjective ഉപയോഗിക്കാം. അവൻ രാവിലെ മുതൽ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. രാവിലെ മുതൽ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സങ്കടത്തിലാണെന്ന് തോന്നുന്നു. അത് അവിടെ നമ്മൾ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. അവൻ കുറേ സമയമായിട്ട് അവൻ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. കുറേ സമയമായിട്ട് അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. കുറേ സമയമായിട്ട് അങ്ങനെയാണ്, കുറേ സമയമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല അവിടെ പറയുന്നത്. അവിടെ seems to have been കഴിഞ്ഞിട്ട് adjective അല്ലെങ്കിൽ noun. അവൻ രാവിലെ മുതൽ സങ്കടത്തിലാണെന്ന് തോന്നുന്നു. He seems to have been sad since morning. It seems that he has been sad since morning. നിങ്ങൾ 5 വർഷമായി ഈ ഒരു പ്രൊഫഷനിൽ തന്നെ ആണ് എന്ന് തോന്നുന്നു. You seem to have been in this profession for 5 years. It seems that you have been in this profession for 5 years. ഇനി ഒരു സ്ട്രക്ചർ കൂടി നമുക്ക് പഠിക്കാം. seems to have been to a place. have been to a place, അതായത് നമ്മൾ ഇതിനു മുമ്പ് പല ലെസണിലും പഠിച്ചിട്ടുള്ളതാണ് been to a place എന്ന് പറയുന്നത് ആ സ്ഥലത്ത് പോയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ്. അവിടെ പോയി തിരിച്ചു വന്നു എന്ന അർത്ഥത്തിലാണ്. അത് ഈ സീൻ എന്ന വാക്കിനൊപ്പം നമുക്ക് ഉപയോഗിക്കാം. അവൻ അവിടെ ദുബായിൽ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു, പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് seems to have been to Dubai എന്ന് പറയുമ്പോൾ ദുബായിൽ അവൻ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവൻ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. He seems to have been to Bangladesh. It seems that he has been to Bangladesh. അവർ ദുബായിൽ 1 പ്രാവശ്യം പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. They seem to have been to Dubai once. It seems that they have been to Dubai once. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു. You seem to write. നിങ്ങൾ ഹാപ്പി ആണെന്ന് തോന്നുന്നു. You seem to be happy. നിങ്ങൾ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു. You seem to be a teacher. നിങ്ങൾ സ്കൂളിലാണെന്ന് തോന്നുന്നു. You seem to be at school. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. You seem to be writing.
നിങ്ങൾ ഡിസ്കറേജ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. യു സീം ടു ബി ഡിസ്കറേജ്ഡ്. നിങ്ങൾക്ക് ഒരു കാർ ഉണ്ടെന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് എ കാർ. നിങ്ങൾ ഒരു കാർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ഡ്രിവൺ എ കാർ. നിങ്ങൾ എൻകറേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ബീൻ എൻകറേജ്ഡ്. നിങ്ങൾ 2 മണിക്കൂറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 2 hours. നിങ്ങൾ രാവിലെ മുതൽ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ബീൻ ഹാപ്പി സിൻസ് മോർണിംഗ്. നിങ്ങൾ കുറേ വർഷങ്ങളായി ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ബീൻ എ ടീച്ചർ ഫോർ മെനി ഇയേഴ്സ്. നിങ്ങൾ തായ്ലൻഡിൽ പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. യു സീം ടു ഹാവ് ബീൻ ടു തായ്ലൻഡ് വൺസ്. അപ്പോ ഈ ലെസൺ എല്ലാവർക്കും